പഴനി സ്റ്റാൻഡിൽ നിന്നുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇല്ലേതാ മോളിൽ കാണുന്നതാണ് പഴനി മല. ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. എന്നാലും കാറ്റൊക്കെ കൊണ്ടങ്ങോട്ട് പോവാം. കുതിരവണ്ടിയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഓട്ടോ സ്റ്റാൻഡ് പോലെ തന്നെ ഇവിടെ അടുത്തടുത്ത് കുതിരവണ്ടി സവാരിക്കും സ്റ്റാൻഡുകളുണ്ട്. അതൊക്കെ ഓട്ടം പോകാൻ റെഡി ആയിട്ടിരിക്കുക. പിന്നെ റേറ്റ് ചോദിച്ചിട്ട് കയറണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഇവിടെ തുടങ്ങി റോഡിന് 2 സൈഡും കച്ചവടക്കാരാണ്. ഒരുപാട് കടകളുണ്ട്, പലതരത്തിലുള്ളത്. മാല വിൽക്കുന്ന കടകൾ, ചായക്കടകൾ, പിന്നെന്താണ് ജ്യൂസ്, റൂം, അങ്ങനെ ഒരുപാട് കടകളുണ്ട്. നിങ്ങളിവിടെ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെ കയറണമെന്നുള്ള കൺഫ്യൂഷനായി പോകുന്നു. അത്രക്ക് കടകളുണ്ട്. അത് ഞാൻ നേരെ കാണുന്ന ഒരു ചെറിയൊരു അമ്പലമാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമൊക്കെ. ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മളെയും വിളിച്ചു കുറേ, പക്ഷേ ഞാൻ പോയില്ല. ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പിന്നെ ഓട്ടോ കയറാൻ നിന്നില്ല. ഇത് മലയിലേക്ക് ദർശനത്തിന് പോണ വഴിയാണ് ഇത്. അണ്ണന്മാർ പാട്ടും പാടി ചെണ്ടയെ കൊട്ടി പോണേണ്. നല്ലൊരു തിരക്ക് പ്രതീക്ഷ വന്നത്, പക്ഷേ തിരക്ക് കുറവായിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയൊരു നട പോലെ ഉണ്ട്. അവിടെയാണ് ഇവരുടെ ചെണ്ടകൊട്ടും പരിപാടിയൊക്കെ തുടങ്ങുന്നത്. അത് കാണാനാണ് ഞാൻ പറഞ്ഞ സ്ഥലം. മുമ്പ് ഇവിടെ നിന്നങ്ങോട്ട് നേരെ കയറിപ്പോവായിരുന്നു മലയിലേക്ക്. ഇപ്പം എന്താണെന്നറിയില്ല, അത് അടച്ചിട്ടേക്കാണ്. ഇതൊരു വാക്കിംഗ് സ്ട്രീറ്റാണ് അവിടുത്തെ. പഴനിയിലെ വഴിയോര കച്ചവടത്തിൻ്റെ ഒരു ഭൂരിഭാഗവും നടക്കണത് ഇവിടെയാണ്. ഞാൻ വീഡിയോ എടുക്കണപ്പോൾ ഓടി വന്ന പിള്ളേരാണ് ഇത്. ഭാവിയിലെ കച്ചവടക്കാരാണ്. ഇവിടെ നിന്നാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, വള, മാല, കമ്മൽ എല്ലാം മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ നമ്മൾ ഒന്ന് വില പേശിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കുറച്ച് കിട്ടും. ഈ കാണുന്നതൊക്കെ 150 രൂപയ്ക്ക് 2 എണ്ണം കൊടുക്കുന്ന ഐറ്റംസാണ് ഇതൊക്കെ. നെറുകന്തല പൊളിയണ വെയിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇതേപോലെയുള്ള സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്ന് വെയിലാറിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്, തല പൊളിഞ്ഞു പോകും. അതായത് ഒരു പാത്രക്കടയാണ്. പാത്രവും പിന്നെ ദൈവങ്ങളുടെ ഫോട്ടോ ഒക്കെ വെക്കണ കടയാണ് കേട്ടോ.
ഇത് ഇവിടുത്തെ ഒരു കൊച്ചു കച്ചവടക്കാരനാണ്. ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടപ്പോൾ ഓടി വന്നാണ്. പേര് വിനോദ്. നമ്മൾ പഴനിയിൽ നിന്ന് എന്ത് മേടിക്കുമ്പോഴും ആദ്യം വില ചോദിച്ചിട്ട് വേണം മേടിക്കാനായിട്ട്. ഈ മലയാളികളാണെന്ന് അറിയുമ്പോൾ തന്നെ അവന്മാർ നമ്മളെ പറ്റിക്കാൻ തുടങ്ങും. നിങ്ങൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ തട്ടുകടയിലൊക്കെ കയറി കഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല ചൂടുള്ള ദോശ, അപ്പം, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അത് മാത്രമല്ല, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിലും വിലയും കുറവാണ്. നല്ല ഭക്ഷണവും കിട്ടും. ഈ കുപ്പിവളകൾക്കൊക്കെ 50 രൂപയെ വിലയുള്ളൂ കേട്ടോ. ഒരു ഡസന് 50 രൂപ. നമ്മുടെ നാട്ടിലേക്കാളും ക്വാളിറ്റിയുള്ള വളകളാണ്. ക്യാമറ കണ്ട പിള്ളേർ എവിടെ ഉണ്ടെങ്കിലും ഓടി വരും. ഇതൊക്കെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. അവിടുന്ന് ഒരിത്തിരി മാറിയുള്ളതാണ്. കൂടുതലും തുണി, ഈ ചട്ടി, പാത്രം അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. കത്തി, ബാഗ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. നമ്മളിവിടെ നടന്ന് കാണാനാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷം ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ടയേർഡായിപ്പോവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവശതയായിപ്പോവും വെയിൽ കൊണ്ട്. അപ്പോൾ നിങ്ങളെപ്പോഴും ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കാൻ അല്ലെങ്കിൽ കാണാനൊക്കെ വരുമ്പോൾ ഒരു 4 മണിക്ക് ശേഷം വൈകിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടുത്തെ താമസ സൗകര്യത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉള്ള റൂമുകളൊക്കെ ഇവിടെ കിട്ടും നമുക്ക്. പിന്നെ പഴനി ദേവസ്വം ബോർഡിൻ്റെ റൂമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്തതിൽ ഇട്ട് തരാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പരിചയക്കുറവുണ്ട് കേട്ടോ. അതായത് പഴനിയിലെ രാത്രി ദൃശ്യമാണ്. ഏകദേശം ഒരു 11 മണി അടുത്തായി. എന്നാലും ഈ ചായക്കടകളൊക്കെ ഫുൾ ടൈം ഉണ്ടാവും കേട്ടോ. 24 hours. അപ്പോൾ ഇത്രയാണ് ഞാൻ കണ്ട കാഴ്ചകൾ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടണേ. ഓക്കേ.